അവൾ കാത്തിരുന്ന വിളക്ക്. ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമം. കടൽക്കാറ്റും തേങ്ങിൻ മരങ്ങളും സന്ധ്യാസമയത്തെ ചുവന്ന ആകാശവും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം. ആ ഗ്രാമത്തിലെ പഴയ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ദിവസവും വൈകുന്നേരം ഒരു വിളക്ക് തെളിയും. ആ വിളക്ക് തെളിക്കുന്നവൾ മേഘന. മേഘനയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു. പ്രതിദിനം വൈകുന്നേരം 6 മണിക്ക് അവൾ മുകളിലെ ജനലിനരികിൽ ഒരു വിളക്ക് തെളിക്കും. ഗ്രാമത്തിലെല്ലാവർക്കും അറിയാമായിരുന്നു, ആ വിളക്ക് ആരെയോ കാത്തിരിക്കുന്നു. 5 വർഷം മുൻപ് ആ വീട്ടിൽ നിന്നും പോയിരുന്നു രോഹൻ, ഒരു സാധാരണ മീൻപിടുത്തക്കാരന്റെ മകൻ. പക്ഷേ സ്വപ്നങ്ങൾ വലിയവ. വിദേശത്ത് ജോലി കിട്ടി. പോകുന്നതിനു മുമ്പ് അവൻ മേഘനയോട് പറഞ്ഞു, "നീ ഈ ജനലിൽ ഒരു വിളക്ക് തെളിച്ചാൽ ഞാൻ എവിടെയായാലും അത് കാണാൻ കഴിയുമെന്ന് കരുതാം." അവൾ ചിരിച്ചു. "നിനക്ക് കടലിന്റെ അപ്പുറം നിന്ന് കാണാമോ?" "ഹൃദയത്തോടെ കാണാം," അവൻ മറുപടി പറഞ്ഞു. ആദ്യ വർഷം ദിവസവും വിളികളും സന്ദേശങ്ങളും. 2ാം വർഷം കുറച്ചുമാത്രം. 3ാം വർഷം മുതൽ നിശബ്ദത. ഗ്രാമക്കാർ പറഞ്ഞു, "അവൻ തിരിച്ചുവരില്ല, മറ്റൊരു ജീവിതം കണ്ടെത്തിയിരിക്കാം." പക്ഷെ മേഘന വിശ്വസിച്ചു. "അവൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്," അവൾ പറയുമായിരുന്നു. ഒരു രാത്രി കടലിൽ വലിയ കൊടുങ്കാറ്റ്. മേഘന ജനലടികിൽ വിളക്ക് തെളിച്ചു. ഇന്നുപോലും അവൻ വരില്ലെങ്കിൽ എന്നവളുടെ മനസ്സ് ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. "എങ്കിലും ഞാൻ കാത്തിരിക്കും." അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ വാർത്ത പടർന്നു. കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. ചിലർ രക്ഷപ്പെട്ടു, ചിലർ കാണാതായി. മേഘനയുടെ ഹൃദയം വിറച്ചു. രോഹന്റെ പേര് പട്ടികയിലില്ലായിരുന്നു. പക്ഷെ കാണാതായവരുടെ പട്ടികയിലുമില്ല. അവൾ വീണ്ടും വിളക്ക് തെളിച്ചു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. വാതിലിലൊരു തട്ടൽ. മേഘന തുറന്നു. വാതിലിനു മുമ്പിൽ ഒരു ക്ഷീണിതനായ യുവാവ്. താടി വളർന്നത്, കണ്ണുകളിൽ ക്ഷീണം. "മേഘന?" അവൾ ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "രോഹൻ." അവൻ തലകുനിച്ചു. "കടലിൽ അപകടം സംഭവിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാത്രമേ എല്ലാം ഓർമ്മ വന്നുള്ളൂ." "എന്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്?" അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രോഹൻ മുകളിലേക്ക് നോക്കി. ജനലിൽ തെളിഞ്ഞിരുന്ന ആ വിളക്ക്. ആ വിളക്ക്. എന്റെ മനസ്സ് അതൊരിക്കലും മറന്നില്ല. അന്ന് രാത്രി ഗ്രാമത്തിൽ വീണ്ടും ഒരു സന്തോഷവാർത്ത. അവൻ തിരിച്ചുവന്നു. മേഘന ജനലരികിൽ നിന്നു. ഈ സമയം അവൾ ഒറ്റയ്ക്കല്ല. രോഹൻ അവളുടെ പക്കൽ നിന്നു. "ഇനി വിളക്ക് തെളിക്കണോ?" എന്നവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. "ഇനി വേണ്ട, നീ വീട്ടിൽ തന്നെ." കഥയുടെ പാഠം. സത്യമായ സ്നേഹം സമയം കൊണ്ടോ ദൂരം കൊണ്ടോ മാഞ്ഞുപോകില്ല. വിശ്വാസമുണ്ടെങ്കിൽ അത് വഴി കണ്ടെത്തും. അവൾ കാത്തിരുന്ന വിളക്ക്. ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമം. കടൽക്കാറ്റും തേങ്ങിൻ മരങ്ങളും സന്ധ്യാസമയത്തെ ചുവന്ന ആകാശവും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യം. ആ ഗ്രാമത്തിലെ പഴയ വീടിന്റെ മുകളിലത്തെ മുറിയിൽ ദിവസവും വൈകുന്നേരം ഒരു വിളക്ക് തെളിയും. ആ വിളക്ക് തെളിക്കുന്നവൾ മേഘന. മേഘനയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു. പ്രതിദിനം വൈകുന്നേരം 6 മണിക്ക് അവൾ മുകളിലെ ജനലിനരികിൽ ഒരു വിളക്ക് തെളിക്കും. ഗ്രാമത്തിലെല്ലാവർക്കും അറിയാമായിരുന്നു, ആ വിളക്ക് ആരെയോ കാത്തിരിക്കുന്നു. 5 വർഷം മുൻപ് ആ വീട്ടിൽ നിന്നും പോയിരുന്നു രോഹൻ, ഒരു സാധാരണ മീൻപിടുത്തക്കാരന്റെ മകൻ. പക്ഷേ സ്വപ്നങ്ങൾ വലിയവ. വിദേശത്ത് ജോലി കിട്ടി. പോകുന്നതിനു മുമ്പ് അവൻ മേഘനയോട് പറഞ്ഞു, "നീ ഈ ജനലിൽ ഒരു വിളക്ക് തെളിച്ചാൽ ഞാൻ എവിടെയായാലും അത് കാണാൻ കഴിയുമെന്ന് കരുതാം." അവൾ ചിരിച്ചു. "നിനക്ക് കടലിന്റെ അപ്പുറം നിന്ന് കാണാമോ?" "ഹൃദയത്തോടെ കാണാം," അവൻ മറുപടി പറഞ്ഞു. ആദ്യ വർഷം ദിവസവും വിളികളും സന്ദേശങ്ങളും. 2ാം വർഷം കുറച്ചുമാത്രം. 3ാം വർഷം മുതൽ നിശബ്ദത. ഗ്രാമക്കാർ പറഞ്ഞു, "അവൻ തിരിച്ചുവരില്ല, മറ്റൊരു ജീവിതം കണ്ടെത്തിയിരിക്കാം." പക്ഷെ മേഘന വിശ്വസിച്ചു. "അവൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്," അവൾ പറയുമായിരുന്നു. ഒരു രാത്രി കടലിൽ വലിയ കൊടുങ്കാറ്റ്. മേഘന ജനലടികിൽ വിളക്ക് തെളിച്ചു. "ഇന്നുപോലും അവൻ വരില്ലെങ്കിൽ എന്നവളുടെ മനസ്സ് ചോദിച്ചു. അവൾ കണ്ണുകൾ അടച്ചു. "എങ്കിലും ഞാൻ കാത്തിരിക്കും." അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ വാർത്ത പടർന്നു. കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. ചിലർ രക്ഷപ്പെട്ടു, ചിലർ കാണാതായി. മേഘനയുടെ ഹൃദയം വിറച്ചു. രോഹന്റെ പേര് പട്ടികയിലില്ലായിരുന്നു. പക്ഷെ കാണാതായവരുടെ പട്ടികയിലുമില്ല. അവൾ വീണ്ടും വിളക്ക് തെളിച്ചു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. വാതിലിലൊരു തട്ടൽ. മേഘന തുറന്നു. വാതിലിനു മുമ്പിൽ ഒരു ക്ഷീണിതനായ യുവാവ്. താടി വളർന്നത്, കണ്ണുകളിൽ ക്ഷീണം. "മേഘന?" അവൾ ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. "രോഹൻ."
അവൻ തലകുനിച്ചു. കടലിൽ അപകടം സംഭവിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാത്രമേ എല്ലാം ഓർമ്മ വന്നുള്ളൂ. എന്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രോഹൻ മുകളിലേക്ക് നോക്കി. ജനലിൽ തെളിഞ്ഞിരുന്ന ആ വിളക്ക്. എന്റെ മനസ്സ് അതൊരിക്കലും മറന്നില്ല. അന്ന് രാത്രി ഗ്രാമത്തിൽ വീണ്ടുമൊരു സന്തോഷവാർത്ത. അവൻ തിരിച്ചുവന്നു. മേഘന ജനലരികിൽ നിന്നു. ഈ സമയം അവൾ ഒറ്റയ്ക്കല്ല. രോഹൻ അവളുടെ പക്കൽ നിന്നു. ഇനി വിളക്ക് തെളിക്കണോ എന്നവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇനി വേണ്ട, നീ വീട്ടിൽ തന്നെ. കഥയുടെ പാഠം: സത്യമായ സ്നേഹം സമയം കൊണ്ടോ ദൂരം കൊണ്ടോ മാഞ്ഞുപോകില്ല. വിശ്വാസമുണ്ടെങ്കിൽ അത് വഴി കണ്ടെത്തും. ആളുകൾ കുടകൾക്ക് കീഴിൽ ഒളിച്ചുനിന്നു. ആ ബസ് സ്റ്റോപ്പിന്റെ ഒരു മൂലയിൽ ആരവമില്ലാതെ നിൽക്കുകയായിരുന്നു അനന്യ. അവളുടെ കണ്ണുകളിൽ എന്തോ ആഴമുള്ള ഒരു ദുഃഖം. ജീവിതം ഒരുപാട് സ്വപ്നങ്ങൾ കവർന്നെടുത്തതിന്റെ അടയാളം പോലെ. അപ്പോൾ അവളുടെ പക്കൽ വന്നു നിന്നു അർജുൻ. മഴയിൽ നനഞ്ഞ മുടിയും ചിരിയോടെ നിറഞ്ഞ കണ്ണുകളും. കുടയില്ലേ? അവൻ ചോദിച്ചു. അനന്യ തലകുനിച്ചു. അവൻ തന്റെ കുട അവളുടെ ഭാഗത്തേക്ക് നീട്ടി. ഇത് പിടിക്കൂ, അല്ലെങ്കിൽ പൂർണ്ണമായി നനയും. ആ നിമിഷം അവൾ ആദ്യം ചിരിച്ചു. വളരെ ദിവസങ്ങൾക്ക് ശേഷം. അവരുടെ ആദ്യ സംഭാഷണം അത്ര ചെറിയതായിരുന്നു. പക്ഷേ ആ ചെറിയ സംഭാഷണത്തിൽ തന്നെ ഒരു വലിയ ബന്ധത്തിന്റെ വിത്ത് വിതച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർക്കു തമ്മിൽ പതിവായി കാണൽ തുടങ്ങി. ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ, ചിലപ്പോൾ കോഫി ഷോപ്പിൽ. അനന്യ തന്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. ഒരു എഴുത്തുകാരിയാകണം എന്നത്. അർജുൻ പറഞ്ഞു, അവനൊരു ഫോട്ടോഗ്രാഫറാണ്, ലോകം കാണാൻ ആഗ്രഹിക്കുന്നു. നിനക്കറിയാമോ? ഒരിക്കൽ അർജുൻ പറഞ്ഞു. മഴയിൽ നിൽക്കുന്നവരെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ സത്യമായ വികാരങ്ങൾ കാണാം. അനന്യ ചിരിച്ചു. അപ്പോൾ എന്റെ കണ്ണുകളിൽ എന്താണ് കണ്ടത്? അർജുൻ ഒരു നിമിഷം നിശ്ശബ്ദനായി. ഒരു കഥ. പക്ഷെ ആ കഥയ്ക്ക് ഇനി സന്തോഷകരമായ അവസാനം വേണം. കാലം നീങ്ങി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും സുന്ദരമല്ല. ഒരു ദിവസം അർജുൻ പറഞ്ഞു, എനിക്ക് ഡൽഹിയിലേക്ക് പോകണം. വലിയൊരവസരം കിട്ടിയിട്ടുണ്ട്. അനന്യയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. എത്ര കാലം? അറിയില്ല. ആ രാത്രി അവർ മഴയിൽ വീണ്ടും നിന്നു. ആദ്യമായി കണ്ട സ്ഥലത്ത്. നിനക്ക് പേടിയുണ്ടോ? അർജുൻ ചോദിച്ചു. ഉണ്ട്, അവൾ സമ്മതിച്ചു. നീ തിരിച്ചുവരുമോ എന്നറിയാത്തതിനാൽ. അർജുൻ അവളുടെ കൈ പിടിച്ചു. മഴ വീണ്ടും പെയ്യുമ്പോൾ ഞാൻ തിരിച്ചുവരും. മാസങ്ങൾ കടന്നു. സന്ദേശങ്ങൾ കുറയാൻ തുടങ്ങി. വിളികൾ അപൂർവമായി. ഒരു ദിവസം ഒരു കത്തെത്തി. അർജുൻ അയച്ചത്. അനന്യ, ജീവിതം എന്നെ ദൂരെയാക്കി. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു, ലോകം കാണുന്നതിനേക്കാൾ നിന്നെ കാണുന്നതാണ് എനിക്ക് പ്രാധാന്യം. ആ കത്ത് വായിച്ചപ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്നേ ദിവസം വൈകുന്നേരം മഴ വീണ്ടും പെയ്തു. ബസ് സ്റ്റോപ്പിൽ അവൾ നിന്നു. ഹൃദയം ഉത്സാഹത്തോടെയും ഭയത്തോടെയും. പിന്നിൽ നിന്നും ഒരു ശബ്ദം. കുടയില്ലേ? അവൾ തിരിഞ്ഞു. അർജുൻ. അവന്റെ കൈയിൽ പഴയ അതേ കുട. അവൾ ചിരിച്ചു. ഇപ്പോൾ വേണ്ട, ഞാൻ മഴയെ പേടിക്കുന്നില്ല. അവർ ഒരുമിച്ച് മഴയിൽ നടന്നു. മഴ അവരെ നനച്ചു. പക്ഷേ ഇത്തവണ അവരെ വേർതിരിച്ചില്ല. കാരണം മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. പച്ചപ്പാടങ്ങളും നീലാകാശവും. ഗ്രാമത്തിന്റെ നടുവിൽ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ്. അവിടെ എല്ലാ വൈകുന്നേരവും ഒരു പെൺകുട്ടി നിൽക്കും. മാളവിക. കയ്യിൽ ഒരു പഴയ നോട്ട്ബുക്ക്. അത് മുഴുവൻ കവിതകൾ. അവളുടെ ഹൃദയം നിറഞ്ഞ വാക്കുകൾ. അവിടെ തന്നെയാണ് അവൾ ആദ്യമായി കണ്ടത് ആദർശ്. ആദർശ് ഗ്രാമത്തിലേക്ക് പുതുതായി വന്ന ബാങ്ക് ജീവനക്കാരൻ. മാളവികയുടെ കവിതകൾ അവൻ ഒരിക്കൽ വായിച്ചു. നീ എഴുതുന്നത് ഹൃദയത്തിൽ നിന്നാണല്ലോ, അവൻ പറഞ്ഞു. അന്നു മുതൽ ബസ് സ്റ്റോപ്പ് അവരുടെ കൂടിക്കാഴ്ചയായി. മാളവികയ്ക്ക് വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു. ഒരു ചെറു സ്കൂൾ ടീച്ചറാകണം. ആദർശിന് വലിയ സ്വപ്നം, സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ്. ഒരു ദിവസം ആദർശ് പറഞ്ഞു, എനിക്ക് ചെന്നൈക്ക് പോകണം, ഒരു വലിയ അവസരം. മാളവിക ചിരിച്ചു. പോ, ഞാൻ ഇവിടെയുണ്ടാകും. നീ കാത്തിരിക്കുമോ? അവൻ ചോദിച്ചു. അവൾ പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ
കാത്തിരിപ്പ് ഭാരമാകില്ല. ആദർശ് പോയി. ആദ്യ മാസങ്ങൾ ദിവസവും വിളി, പിന്നീട് ആഴ്ചയിൽ, പിന്നീട് ചിലപ്പോൾ മാത്രം. ഗ്രാമത്തിലെ ആളുകൾ ചോദിച്ചു, അവൻ തിരിച്ചുവരുമോ? മാളവിക ഒരേ ഒരു മറുപടി, വിശ്വാസമുണ്ട്. 1 വർഷം കഴിഞ്ഞു. ഒരു വൈകുന്നേരം മാളവിക ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. മഴ തുടങ്ങുന്നു. ബസ് വന്നു. വാതിൽ തുറന്നു. ആദർശ് ഇറങ്ങി. കണ്ണുകളിൽ ക്ഷീണം, പക്ഷെ മുഖത്ത് ഉറച്ചൊരു തീരുമാനം. എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു. സ്വപ്നങ്ങൾ വലുതാകാം, പക്ഷെ അവ പങ്കിടാൻ ഒരാളില്ലെങ്കിൽ അത് ശൂന്യമാണ്. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ വരുമെന്ന വിശ്വാസം എന്നെ ഒരിക്കലും തളർത്തിയില്ല, അവൾ പറഞ്ഞു. ആ മഴ അവരുടെ ജീവിതത്തിലെ പുതിയ തുടക്കമായി. സന്ദേശം: സ്നേഹത്തിൽ ഏറ്റവും വലിയ ശക്തി വിശ്വാസമാണ്. കാത്തിരിപ്പ്, അത് സത്യമായാൽ വേദനയല്ല, പ്രതീക്ഷയാണ്.